കണ്ടത് നിജം കാണാത്തത് പോയി, നീ കണ്ടതെല്ലാം പോയി കാണാൻ പോകുന്നത് നിജം എന്ന് പറയുന്നത് ഒരു വലിയ ഫിലോസഫിയാണ്. ആ ഫിലോസഫി എന്നാണ് ഈ സിനിമ കാണാൻ അറിയാം. പിന്നെ ഈ സിനിമ വളരെ വലുതായപ്പോൾ ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നോക്കുന്ന ഒരു സിനിമയല്ല, മലയാള സിനിമയല്ല. നിങ്ങൾ തമിഴിൽ കണ്ടാൽ തമിഴ് സിനിമയായിട്ട് തോന്നണം, തെലുങ്കിൽ കണ്ടാൽ കന്നഡയിൽ കണ്ടാൽ ഹിന്ദിയിൽ കണ്ടാൽ ആ സിനിമയായിട്ട് തോന്നണം. ഇതൊരു കാരണം കൊണ്ട് ഈ സിനിമ വലുതായി. അത് വലിയൊരു എന്താണ് സ്പെക്ട്രമിലേക്ക് പോയി. ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്തത് രാജസ്ഥാനിലാണ്, ഡൽഹിയിലും പിന്നെ മദ്രാസിലാണ്, ചിഞ്ചി ഫോർട്ട്. അതിന്റെ പ്രത്യേക കാരണം തന്നെ ഇത് എവിടെയാണ് എന്ന് നമ്മൾ പറയുന്നില്ല, ഇതൊരു കഥയാണ്. അതിലെ അഭിനയിച്ചിരിക്കുന്നവരും അതിൽ പ്രവർത്തിച്ചവർക്കും ഒക്കെ ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. കാരണം വളരെയധികം കഷ്ടപ്പാടുകൾ, ഇതൊരു എന്താ പറയേണ്ടത്, ഒരു കെട്ടുപറച്ചിലല്ല, ഒരു കഷ്ടപ്പാടിൽ സഹിച്ചാണ് ഈ സിനിമ. കാര്യം ക്ലൈമറ്റ് വളരെയധികം പ്രയാസപ്പെടുത്തി. ഞങ്ങളുടെ പൊടിക്കാറ്റുകൾ, പിന്നെ ഈ സിനിമയിലുള്ള പൊടി ഒക്കെ ഒരുപാട് പേര് ഹോസ്പിറ്റലായി. അതൊന്നും ഒരു കംപ്ലൈന്റ് അല്ല. അതിന്റെ കൂടെ സഹകരിച്ച് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവർക്കും, ആ സിനിമയുടെ ഭാഗമായ ഇതിലെ പ്രധാന കഥാപാത്രം അഭിനയിച്ച മോഹൻലാൽ എന്ന് പറയുന്ന ആൾ വളരെയധികം നന്ദി പറയുന്നു. ഈ സിനിമയുടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇതിലെ കാസ്റ്റിംഗ് ആണ്. ഇവിടെ നൃത്തം ചെയ്ത സൊനാലി മറാഠിയിലുള്ള ഒരു ആക്ട്രസ്സാണ്. അവരെ ആ ക്യാരക്ടറിലേക്ക് കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണ് വിജയുടെ കഴിവ്. ഇവിടെ ഇരിക്കുന്ന കഥ അല്ലെങ്കിൽ മനോജ്, ഹരീഷ് സാർ, അത് എല്ലാവരും, സുചിത്ര, ഓരോരുത്തരെ പറയാം. ചെറിയ റോള് ചെയ്ത മണികണ്ഠൻ, എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഉച്ചകോടായി പോലും രാജീവ് ഒക്കെ ഉണ്ട്. ഓരോരുത്തരെ എടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും അവരുടേതായ റോളുകൾ ചെയ്യാൻ ഈ സിനിമ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ റോളിന് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് തോന്നുന്ന തരത്തിൽ ഒരുപാട് ഫോറിൻ ആക്ടേഴ്സ്. അപ്പൊ അതിൽ 12,000 പേരുള്ള പല ദിവസങ്ങളിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത്. മിനിമം 500 പേരെങ്കിലും ഈ സിനിമയുടെ എല്ലാ സീസണിലും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിനെ വളരെയധികം നന്നായിട്ട് ആ പ്രൊഡക്ഷൻ നോക്കി. താങ്ക് യു. പ്രത്യേകിച്ച് റീസെന്റ് ആയിട്ട് പറയാനില്ല. എന്റെ സിനിമ തന്നെയാണ് അനുഭവം. കണ്ടത് നിജം, കാണാത്തത് പോയി, കണ്ടതെല്ലാം പോയി ഇനിയാണ് നിജം എന്ന് മനസ്സിലാക്കുന്ന ഒരു അനുഭവമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് പറയുന്നത്. അച്ഛൻ എന്നുള്ള നിലയിലും ഞാൻ ഏറ്റവും ടെൻഷൻ അനുഭവിച്ചത് പോണ്ടിച്ചേരി ഷൂട്ടിംഗ് നടന്നപ്പോഴാണ്. സഞ്ജീവ് ഈ കഥയിൽ ഒരു എല്ലാം രഹസ്യമായി കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം ഞങ്ങൾ നിലനിർത്തിയെന്ന് എല്ലാവർക്കും അനുഭവം. അതിന്റെ ഭാഗമായി ലൊക്കേഷനിലൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. നിർഭാഗ്യവശാൽ അന്ന് 2,000-ൽ പരം ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു ഷോട്ട് എടുക്കുന്ന വേളയിൽ ഞാൻ അങ്ങോട്ട് ചെന്നിറങ്ങുന്നേ ഉള്ളൂ. ഞാൻ ചെന്നിറങ്ങുമ്പോൾ കാണുന്നത് കൂട്ട ഓട്ടമാണ്. എല്ലാവരും കൂടെ, ലാല് മാത്രം വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്, ബാക്കി എല്ലാവരും കൂട്ട ഓട്ടമായി കൊണ്ടുവരികയാണ്. എല്ലാവരെയും കടന്നലാണോ തേനീച്ചയാണോ എന്നുള്ളത്. ഇത് അന്വേഷിച്ചപ്പോഴാണ് അവിടെ ആരോ വന്ന് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ നോക്കി. അവിടെ സെക്യൂരിറ്റി നിന്ന് ആ മൊബൈൽ വാങ്ങിച്ച ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തവന്മാർ നോക്കിയപ്പോൾ നേറിയൊരു കടന്നൽ കൂടുന്നുണ്ട്. അതിലേക്ക് 4 കല്ല് വലിച്ചിട്ടുണ്ട്. ആ കടന്നലെല്ലാം കൂടെ വന്ന് കുത്തിപ്പറിക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ പറഞ്ഞൊരു മകൻ എന്നുള്ള നിലയിൽ, അച്ഛൻ എന്നുള്ള നിലയിൽ ആദ്യം കാണുന്ന എന്റെ മകന്റെ മുഖമാണ്. എന്റെ മകനാണെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നതുപോലെ കടന്നൽ കൂട്ടിയിരിക്കുന്നത്. മാത്രവുമല്ല, മണികണ്ഠന്റെ ഇവിടെ ഉണ്ട്. മണികണ്ഠന്റെ അവസ്ഥയും വന്ന് അടുത്ത മാസത്തിൽ നടക്കുന്ന ആ ഓണപ്പുറം അയാൾക്ക് അങ്ങനെ ഒരു അവസ്ഥയാണ്. കാരണം പ്രിയൻ സാറിന്റെ ഓളവും തീരും. നമുക്കറിയാം, മലയാള സിനിമയെ പ്രിയൻ മേനോൻ സാർ വാതിൽ കുറച്ചിലേക്ക് മുഴുവനുമായിട്ട് കേരളത്തിലേക്ക് പറിച്ചു നിർത്താൻ അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ആ സിനിമ വീണ്ടും MT സാറിന്റെ 10 കഥകൾ 10 സംവിധായകർ റീമേക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ സിനിമ അതിൽപ്പെടുന്നു. അതിൽ നമ്മുടെ എപ്പോഴത്തെയും വലിയ സംവിധായകനായ പ്രിയൻ സാർ അത് സംവിധാനം ചെയ്തു. ആ സിനിമയിൽ മധു സാർ അവതരിപ്പിച്ച കഥാപാത്രം ലാലേട്ടനോട്
പ്രകാശ് സാർ ചെയ്ത ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി PN സാർ ഒരു ദിവസം രാത്രി എന്നെ വിളിക്കുന്നു. അപ്പൊ ആ സിനിമ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ഒരു സന്തോഷം, അതാണ് ഞാൻ അക്ഷയരോട് എന്ന് ഞാൻ പറയാനില്ല, അതിന്റെ ഒരു സന്തോഷം എന്നെ സംബന്ധിച്ചോളം തീർന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലിജോ എന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. ലിജോയുടെ ഈമയവും ചെല്ലിക്കെട്ടും ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ച ഒരു നടന്മാരെപ്പോഴും അങ്ങനെ, നടി നടന്മാരൊക്കെ എപ്പോഴും അങ്ങനെയാണ്, നമുക്ക് ഇയാളുടെ കൂടെ ചെയ്യണം എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ആഗ്രഹിക്കും. പക്ഷെ ചിലപ്പോൾ ചോദിക്കൽ കുറവായിരിക്കും. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച ഒരു സംവിധായകനാണ് ലിജോ ഫിലിപ്സ്. അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ കോളനിക്ക് കിട്ടി. അപ്പൊ ഞാൻ ചെന്നൈയിലായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ 2 ദിവസം എന്ന് പറയുന്നത് ഒരു 2 മാസത്തേക്ക് ഒരു വെയിറ്റിംഗ് പോലെയാണ്. കാരണം ഇദ്ദേഹത്തിന് ഇത് എത്തണം, കേൾക്കണം, അതെന്താണെന്ന് അറിയണം, കഥാപാത്രം എന്താണെന്ന്, പിന്നെ വേറെ ഒന്നും ശ്രദ്ധിക്കാൻ സമയമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഞാൻ ചെറായിലേക്ക് ലിജോയെ കാണും. അപ്പോഴാണ് ഈ കഥാപാത്രത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു